الحمد لله رب العالمين، الصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، ما بعد. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. قال الله عز وجل جل جلاله سبحانه وتعالى إنه الله تعالى قرآن جل وقضى ربك ألا تعبدوا إلا إياه. രാജാവായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കൊണ്ടു റബ്ബായ സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ കൽപ്പിക്കണം. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ ബാപ്പും മകൻ ഞങ്ങളുടെ ഭക്തിയോ ബാപ്പും മകൻ നിങ്ങൾ നല്ലതാക്കണം, നന്മ കാട്ടണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഞങ്ങളുടെ ബാപ്പ ഞങ്ങളുടെ ഉമ്മമാർ സുബ്ഹാനല്ലാഹ് ബാപ്പ ഒരാളിനെങ്കിലും ഇനി രണ്ടാളും വയസ്സായ ഞങ്ങളുടെ ബാപ്പ ഉമ്മമാരെന്നെങ്കിലും ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അങ്ങനൊട്ടിಗೆ ഞങ്ങളുടെ ബാപ്പ ഉമ്മമാർ അങ്ങനൊട്ടിಗೆ ഞങ്ങൾ ചേച്ചോണ്ടും പഴക്കപ്പോഴും എനിക്ക് ഇഷ്ടമില്ലാത്ത പഴക്ക ഞങ്ങൾ ചൊല്ലണത് തീരാ. വലാ തൻഹറുഹുമാ, അതുപോലെ അങ്ങനൊട്ടിಗೆ ഞങ്ങൾ മോശമായിട്ട് പെരുമാറുന്നതും തീരാ. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, അങ്ങനൊട്ടിಗೆ നല്ല മാന്യമായിട്ട് നല്ല റാഹത്തുള്ള പലക്ക മാത്രം അങ്ങനെ കേൾക്കുമ്പോൾ നല്ല സന്തോഷിക്കുന്ന പോലത്തെ പലക്ക മാത്രം ഞങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ റഹ്മത്തിന് ജനക്ക് താഴ്ത്തി കൊടുക്കണം. ഞങ്ങൾ ചന്തത്തിന് റാഹത്തിന് സന്തോഷത്തിൽ അങ്ങനെ ജാഗ്രതാക്കിയിട്ട് ഞങ്ങൾ തടലിലായിട്ട് അങ്ങനെ മുന്നിലെടുത്ത് പോകണോ. അള്ളാഹുടെ റഹ്മത്താണെങ്കിൽ അള്ളാഹു ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു താര ചൊല്ല നിങ്ങൾക്ക് രണ്ടാൾക്കും ദുആ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ നന്റെ അങ്ങ് ചെറുപ്പത്തിൽ നിന്ന് ഞങ്ങളെ ജാഗ്രതാക്കിയിട്ട് മധ്യ വന്നരാറ അങ്ങനും നീ ഈ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലും നീ കരുണ കൊടുക്കണമല്ല, നിന്റെ റഹ്മത്ത് കൊടുക്കണമല്ല, ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണമല്ലാട്ട് നീ നിന്റെ ബാപ്പമ്മക്ക് ദുആ കൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കറ. അതുകൊണ്ട് ബാപ്പമ്മയുടെ ദൂരാ കൊടുക്കുക. അതേപോലെ ബാപ്പയുടെയും ഉമ്മയുടെയും അങ്ങ് മരിച്ച പിന്നെയും അങ്ങനെ കുടുംബത്തിന് അങ്ങ് ദൂരാ കൊടുക്കുക. എന്ന് വിഷയത്തിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടുള്ളത് നബി മുഹമ്മദ് ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഖാൽ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഅൻ, ഒരു മനുഷ്യ സ്വർഗ്ഗത്തിൽ പോകേയില്ല, ഒരാള് സ്വർഗത്തിൽ കിടക്കുകയില്ല. അങ്ങനത്തെ ആള് കുടുംബ ബന്ധം ഒഴിച്ചാൽ ബാപ്പയിലൂടെ ഉള്ള കുടുംബയും ഉമ്മയിലൂടെ ഉള്ള കുടുംബം എന്താക്കുതീര ദൂരാക്കൊടുക്കുതീര. കുടുംബ ബന്ധം വെച്ചോണ്ടതല്ല, കുടുംബത്തങ്ങനെ മുട്ട പോയിട്ട് വന്നോണ്ടിരിക്കണോ, കുടുംബത്തങ്ങനെ പോകാണ്ട് അങ്ങനെ ദൂരം വിട്ടുവിട്ടെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തിനു വേണ്ടിതാക്കിയുള്ള അങ്ങനെ ആൽകിക്കട്ട് ഞങ്ങൾക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യകതയില്ല. ചെന്നിട്ടു കുടുംബത്തങ്ങനെ ദൂരാക്കിക്ക, അങ്ങനെ ആവശ്യമില്ല. ചെന്നിട്ടു ദൂരാക്കിക്ക. സുബ്ഹാനല്ലാഹ് കുടുംബം വന്ന് മുറിക്കുന്നതോടുകൂടെ അവിടെ സ്വർഗത്തിൽ കടക്കില്ലാട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹി ഈ ഹദീസ് കാണുവാൻ സാധ്യതയുണ്ടോ. മാത്രമല്ല നബി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല ചൊല്ലുന്നു മിനൽ കബായിരി, വന്തോഷങ്ങളിൽപ്പെട്ട വലിയ കുറ്റം, വലിയ തപ്പിൽപ്പെട്ട വന്തോഷത്തിൽപ്പെട്ട ഒരു കുറ്റം ഞങ്ങൾക്ക് ചെന്നാൽ ശബ്ദം റജുലി വാലിദൈഹി, ഒരാള് തന്റെ ബാപ്പ ഉമ്മക്ക് പറയുന്നത്, ബാപ്പ ഉമ്മയുടെ പെരുക്കുന്നത്, ബാപ്പ ഉമ്മയുടെ അർസ കാട്ടുന്നത് അത് കബായിൽപ്പെട്ടതായിരിക്കണേ. ബാപ്പ ഉമ്മയുടെ എപ്പോഴും ചീത്ത പറയുന്നത് തീര അത് വലിയ കുറ്റത്തിൽ പെട്ടതായിരിക്കണിട്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടും ഒരാൾ കേൾക്കണ് ഖാലൂ യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹൽ യസ്തജി റജുൽ വാലിദൈഹി, അല്ലാഹുവിന്റെ റസൂലേ ഒരാൾ തന്റെ ബാപ്പുമ്മയുടെ ആരെയും കുറ്റം ചൊല്ലാൻ ചീത്ത പറയുന്നതാണ്. അപ്പൊ ചൊല്ലു നഅം അതെ ചൊല്ലുടാറ് യസുബ്ബു അബർ റജുലി, വേറെ ആൾമാരെ ബാപ്പുമ്മ
ഫയസുബ്ബുഹു എന്നാൽ അവന്റെ ഉമ്മക്കും മോളും പറയേണ്ട ചൊല്ലിയിൽ യാതൊരു സംശയമില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയതും കേട്ടതും സ്വാലിഹായ അമലിന്റെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ ബാപ്പ ഉമ്മയുടെ മനസ്സ് ബേജാറാക്കാട്ട് ഞങ്ങളുടെ ബാപ്പ ഉമ്മക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഭക്തി വന്നിട അതിനേക്കാൾ ഒന്ന് ഉഷാറായിട്ട് ഞങ്ങളുടെ ബാപ്പ ഉമ്മയുടെ നോക്കും ഭർത്തവും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് ഉത്തരം തരണോ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ബാപ്പ ഉമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടോ അറിയാതെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അമലും നനവും നീ മാഫാക്കണോ അല്ലാഹ്. ഞങ്ങളുടെ ബാപ്പ ഉമ്മയുടെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ. കുടുംബബന്ധം മുറിക്കാണ്ട് കുടുംബത്തെ എല്ലാവരും പോയിട്ടും കുടുംബബന്ധം മുട്ടാക്കണമോ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകണമല്ല. ഇതുപോലെ ഒരുപാട് അറിവ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. നമ്മെ മരിക്കുന്നതിന് മുമ്പ് ഒരു ഹക്കും ഒരു കടവും ബാക്കിയില്ലാതെ മരിക്കാൻ നമുക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم.